ഇനി നമുക്ക് ചേലക്കരയിലേക്ക് പോയാൽ വോട്ടെണ്ണലിൽ 24 മണിക്കൂറിന് ശേഷം ചേലക്കരയിലെ വോട്ടർമാർ ആകാംക്ഷയുടെ മുൾമുനയിൽ തന്നെയാണ് തുടരുന്നത്. ചേലക്കര മണ്ഡലത്തിൽ വിജയം ആവർത്തിക്കുമെന്ന ഉറച്ച പ്രതീക്ഷയിൽ ഇടതുപക്ഷമുണ്ട്. ചേലക്കരയിൽ UR പ്രദീപ് വിജയിക്കുമെന്ന് തികഞ്ഞ ആത്മവിശ്വാസത്തിൽ തന്നെയാണ് LDF. അതേസമയം അട്ടിമറി വിജയം കരസ്ഥമാക്കാമെന്ന് UDF കേന്ദ്രങ്ങളും വിശ്വസിക്കുന്നു. വിവരങ്ങളുമായി സുനിൽ അരിമാനൂർ ചേരുന്നു. സുനിൽ, എന്തൊക്കെയാണ് ചേലക്കരയിലെ കണക്ക് കൂട്ടലുകൾ? അജിംഷാദ്, കഴിഞ്ഞ 20 വർഷത്തിലധികമായി ഇടതുപക്ഷത്തിൻ്റെ മണ്ഡലം സ്വന്തം മണ്ഡലമായി നിൽക്കുന്ന ചേലക്കര നിയോജക മണ്ഡലത്തിൽ ഇക്കുറിയും ഇടതുപക്ഷ സ്ഥാനാർത്ഥി വലിയ ഭൂരിപക്ഷത്തിൽ വിജയിക്കുമെന്നുള്ള പ്രതീക്ഷ തന്നെയാണ് ഇടതുപാളയത്തിനുള്ളത്. കാരണം ഇതിന് കാരണങ്ങൾ ഏറെയാണ്. കൃത്യമായിട്ടുള്ള പ്രവർത്തനം താഴെത്തട്ടിൽ ആദ്യം മുതൽക്കേ നടന്നിരുന്നു. അതുപോലെ സ്ഥാനാർത്ഥി നിർണയവും ആദ്യം മുതൽ നടത്തി ജനകീയനായ ഒരു സ്ഥാനാർത്ഥിയെ വികസന പ്രവർത്തനങ്ങൾക്ക് നേരത്തെ തന്നെ മണ്ഡലത്തിൽ MLA ആയിരുന്നപ്പോൾ നേതൃത്വം നൽകിയിരുന്ന UR പ്രദീപിനെ തന്നെ ഇടതുപക്ഷത്ത് രംഗത്തിറക്കിക്കൊണ്ടുവന്നത് ഇടതുപക്ഷത്തിന് അനുകൂലമായ സാഹചര്യം സൃഷ്ടിക്കുമെന്നുള്ള ഒരു പ്രതീക്ഷ തന്നെയാണുള്ളത്. 180 ബൂത്തുകളിൽ നിന്നുള്ള ഇന്നേജന്റുമാരുടെ കണക്കുകൾ കൃത്യമായി വിലയിരുത്തിക്കൊണ്ട് അതിൻ്റെ കണക്കുകൂട്ടലുകളും അതിൻ്റെ വിശകലനങ്ങളും നടത്തിക്കൊണ്ട് തന്നെയാണ് ഇടതുപാളയം UR പ്രദീപ് വിജയിക്കും എന്നുള്ള ഒരു പ്രതീക്ഷയിൽ തന്നെ നിൽക്കുന്നതിന് പ്രധാനപ്പെട്ട കാരണം. അതേസമയം തന്നെ മണ്ഡലം തിരിച്ചുപിടിക്കാം എന്നുള്ള ഒരു പ്രവർത്തനവുമായി തന്നെയാണ് UDF ആദ്യം മുതൽക്കേ ഉണ്ടായിരുന്നത്. വനിതാ സ്ഥാനാർത്ഥിയാണ് UDF രംഗത്തിറക്കിയിട്ടുള്ളത്. ആലത്തൂർ ലോക്സഭാ മണ്ഡലത്തിലെ മുൻ NP കൂടി ആയിരുന്ന രമ്യ ഹരിദാസിനെ രംഗത്തിറക്കിക്കൊണ്ട് വനിതാ പ്രാതിനിധ്യത്തിൽ വോട്ടർമാരെ സ്വാധീനിച്ചുകൊണ്ട് വോട്ട് നേടിയെടുത്തുകൊണ്ട് മണ്ഡലം തിരിച്ചുപിടിക്കും എന്ന്. തീർച്ചയായും ചേലക്കരയിലും ആ രീതിയിലുള്ള കണക്കൂട്ടലുകളാണ് പ്രധാനമായും മുന്നണികൾ കാണുന്നത്.